അന്തർജനം അധ്യായം 3. മുമ്പിൽ ചെമ്പകം. അവളുടെ മുഖത്ത് നിമിഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട വികാരത്തിൻ്റെ വേലിയേറ്റമില്ല. നിശ്വാസത്തിൻ്റെ, കാമത്തിൻ്റെ ശീൽക്കാര ശബ്ദമില്ല. വെറുമൊരു പെണ്ണ്. ചെമ്പകം, ചെമ്പകം മാത്രം. കുളി കഴിഞ്ഞിട്ട് എന്തേ തല തോർത്തിയില്ലേ? ചെമ്പകത്തിൻ്റെ ശബ്ദത്തിൻ്റെ മാസ്മരികത തിരിച്ചറിഞ്ഞു ജഗൻ. ഏത് വിശ്വസിക്കണം, ഏത് തള്ളിക്കളയണം? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്പകം യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ടതോ? എവിടെയായിരുന്നു? ജഗൻ ചോദിച്ചു. ഞാനോ? ചെമ്പകം പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ നിലാവ് മങ്ങിത്തെളിഞ്ഞു. ആളുകൾ കുളിക്കുന്നിടത്ത് അതും എന്നെപ്പോലെ കന്യകയായ ഒരു പെൺകുട്ടി നോക്കി നിൽക്കുവോ? എന്തായി പറയുന്നത്? വേഗം തലതോർത്തി വന്നാട്ടെ. ഇരുട്ടിയാൽ കുന്നുകയറാൻ പിന്നെ ഞാൻ പിടിച്ചു നടത്തേണ്ടി വരും. ജഗനൊന്നും മിണ്ടാനായില്ല. വസ്ത്രങ്ങൾ അടുക്കി പിടിച്ച് അരവസ്ത്രത്തോടെ ചെമ്പകത്തിന് പിന്നാലെ നടന്നു ജഗൻ. ഉത്തരം കിട്ടാത്ത 1000 ചോദ്യങ്ങൾ ജഗന്റെ മനസ്സിലൂടെ ഓടിപ്പോയി. കല്ലേരി കണ്ണപ്പൻ വെന്തുനീര് മരിച്ചെന്ന് പറഞ്ഞിട്ട് അദൃശ്യശക്തിയായി വന്ന് ഒരു പെൺകുട്ടിയെ പ്രാപിക്കുക. അവൾ അയാളെ കാമാർത്തിയായി കെട്ടിപ്പുണരുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ ഇവൾ തന്നോട് പറയുന്നത് കന്യകയാണെന്ന്. ഏതാണ് സത്യം, ഏതാണ് മിഥ്യ? ചെമ്പകം, ജഗൻ വിളിച്ചു. എന്തേ? തിരിഞ്ഞു നോക്കാതെ ചെമ്പകം വിളികെട്ടു. അതാരായിരുന്നു? ഏത്? ആ പാറക്കെട്ടിനപ്പുറത്തുനിന്ന് ഞാൻ കണ്ടു. പക്ഷേ എനിക്കത് എന്താന്ന് പറയാൻ പറ്റണില്ല. പെട്ടെന്ന് നിന്നു ചെമ്പകം. പിന്നെ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെ ആരാ ഇങ്ങോട്ട് അയച്ചേ? ജഗനൊന്നും മിണ്ടിയില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? അതിനും ജഗനൊന്നും പറഞ്ഞില്ല. ആ നിശബ്ദത മനസ്സിലാക്കിയിട്ടാവും അവൾ പറഞ്ഞു. കൂനൂർ മഠത്തിൻ്റെ രഹസ്യം തേടി വന്നവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ഒരു ചോദ്യത്തിന് ആർക്കും ഉത്തരം തരാനുമാവില്ല. ഉത്തരങ്ങൾക്ക് ശക്തിയില്ലാതെ പ്രകൃതിയാണിത്. നിങ്ങൾ ആരെന്ന് ഞാൻ അന്വേഷിച്ചില്ല. അതിനുള്ള സാവകാശവും എനിക്കില്ല, അവകാശവും എനിക്കില്ല. ഞാൻ ആരാന്ന് ചിന്തിക്കുകയാവും. അതെ, അവളുടെ ചോദ്യത്തിന് പെടുന്നനെ ഉത്തരം പറഞ്ഞു ജഗൻ. അവൾ തിരിഞ്ഞു നിന്നു. ജഗന്റെ അർദ്ധനഗ്നമായ യൗവനം തുടിക്കുന്ന ശരീരത്തിലേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് നാണത്തിൻ്റെ നീലനിറം വന്നു മൂടി. അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ നിശ്വാസത്തിൽ അവൻ്റെ ശരീരത്തിലെ തണുത്ത ജലം വറ്റിപ്പോയി. മനുഷ്യ ശരീരത്തിൽ ചേർന്ന് നിൽക്കാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, സാധിക്കില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ചൂട് താങ്ങാൻ മനസ്സ് കൊതിക്കും, പക്ഷേ ആവില്ല. ഈ കൂനൂർ മഠത്തിൻ്റെ അതിർത്തി കടന്ന് പോകാനുമാവില്ല. അപ്പോൾ ജഡമായി വീഴും ഞാൻ. കല്ലേരി കണ്ണപ്പൻ്റെ കാമദാഹം തീർക്കാൻ ഈ മണ്ണിൽ തളച്ചിട്ടിരിക്കുക. ഒന്നും പറയാനാവാതെ രാപ്പാലുകൾ തള്ളി നീക്കുന്നു ഞാൻ. നമുക്കിടയിലൂടെ ഒരു അദൃശ്യ ശക്തിയായി അയാൾ കടന്നു പോകും. എപ്പോഴാണ് എന്നറിയില്ല. ഒരു ശൂന്യാകാശത്തിൽ എന്ന പോലെ നമ്മെ മാടി വിളിക്കും. ചെല്ലുകയെ നിവൃത്തിയുള്ളൂ. ആ ശരീരത്തിൽ നിന്നും ഒരു ഗന്ധം എൻ്റെ ശരീരത്തിലേക്ക് വന്നു നിറയും. പിന്നെ അറിയും ഒരു പുരുഷൻ്റെ ദാഹം. തള്ളവിരൽ മുതൽ തലച്ചോർ വരെ ഒരനുഭൂതി കൊണ്ട് നിറയ്ക്കും. നിമിഷങ്ങൾ കൊണ്ട് മറിയും. ഈ ശാസ്ത്രയുഗത്തിൽ ആരാ ഇത് വിശ്വസിക്കുക? അല്ലെങ്കിൽ തന്നെ ആരെയാ ഇത് വിശ്വസിപ്പിക്കുക? പക്ഷേ എനിക്ക് ഇതിൽ നിന്നും മോചനമില്ലേ? ചീങ്ങേലിക്കുറുപ്പിനും അയാൾക്കും എല്ലാം നന്നായി അറിയാം. പക്ഷേ ഒന്നും അറിയില്ല. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ. പരിസരം മറന്ന് ജഗൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചു. അവളത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെയോ? നിങ്ങൾ എന്തായി കാട്ടിയത്? ചെമ്പകത്തെ തന്നിലേക്ക് അടുപ്പിച്ച് എല്ലാം മറന്ന് അവളോട് ചേർന്ന് നിന്നു ജഗൻ. അവളുടെ മാറിൻ്റെ സ്പന്ദനം അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. അടുത്ത നിമിഷം തളർന്നു വീണു അവൾ. ചെമ്പകം, ചെമ്പകം, ജഗൻ ഭയപ്പാടോടെ വിളിച്ചു. അവൾ അനങ്ങുന്നില്ല. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ജഗൻ അവളെ 2 കൈയിലും താങ്ങിയെടുത്ത് വേഗത്തിൽ നടത്തു. മുറ്റത്ത് തീകൂട്ടി തണുപ്പ് പറ്റിയിരിക്കുകയായിരുന്നു ചീങ്ങേലിക്കുറുപ്പ്. ചെമ്പകത്തെ താങ്ങി അടുത്തേക്ക് ചെന്ന് തീക്കൂട്ടത്തിനടുത്ത് കിടത്തി ജഗൻ. ഒന്ന് തലയുയർത്തി നോക്കുക പോലും ചെയ്തില്ല കുറുപ്പ്. അതെ, ചെമ്പകത്തിന് ബോധം പോയിരിക്കണു. ഞാൻ താങ്ങിയെടുത്ത് വരികയായിരുന്നു. ചിരിച്ചു ചീങ്ങേലി. ചാവത്തില്ല, നീ പേടിക്കണ്ട. കയ്യിലിരുന്ന വടി കൊണ്ട് തീക്കൂട്ടത്തിലെ കനല് നീക്കിയിട്ട് ഒരു ചൂടുള്ള കമ്പ് കൊണ്ട് തന്നെ ചെമ്പകത്തിൻ്റെ കാലിൽ ഒന്ന് തൊട്ടു ചീങ്ങേലിക്കുറുപ്പ്. ജഗൻ മറ്റൊരാളാവുകയായിരുന്നു. എവിടെ നിന്നോ കിട്ടിയ ശക്തിയും ഊർജവും ജഗനെ മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു. ഇരുട്ടിനെ കീറിമുറിച്ച് നടക്കുമ്പോൾ ചെമ്പകത്തിൻ്റെ കുഞ്ഞു വിരലിൽ തൻ്റെ വിരലുകൾ കൊണ്ട് കൊരുത്തു പിടിച്ചിരുന്നു ജഗൻ. അവളൊന്നും മിണ്ടിയില്ല. പ്രകൃതിയിൽ മഞ്ഞു വീഴുന്നു. അത് ഹിമവാതം പോലെ ഇരുവരുടെയും മനസ്സിൽ പെയ്തിറങ്ങി. പക്ഷേ മനസ്സ് കനലായി കത്തുകയായിരുന്നു. പകയുടെ. താൻ ആര്, ഏത് എന്ന ചിന്ത
മറന്നു ജഗൻ. ചെമ്പകത്തിനൊപ്പം കൂനൂർ മഠത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി. തനിക്കറിയാത്ത വഴികൾ, അന്ധകാരം കയറിക്കിടക്കുന്ന ഇടനാഴികളിലൂടെ തൻ്റെ കൈപിടിച്ച് നടക്കുന്ന ചെമ്പകം. അവളുടെ നടത്തം കണ്ടാലറിയാം, ഭയത്തിൻ്റെ കണികയില്ല. ഏതോ ദൃഢനിശ്ചയത്തിൻ്റെ ആത്മവിശ്വാസം ആ നിശ്വാസങ്ങളിൽ. ഒരു നിമിഷം ചിത്രപ്പണികളോട് കൂടിയ വാതിലിനു മുമ്പിൽ അവൾ നിന്നു. പിന്തിരിഞ്ഞ് തൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ കണ്ടു, ആ കവിൾത്തടങ്ങൾ വല്ലാതെ ചുവന്നിരിക്കുന്നു. ആ കണ്ണുകളിൽ കനലുകൾ വാരിയിട്ട മാതിരി. ചെമ്പകം, ജഗൻ വിളിച്ചു. ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്ത നിധി. കൈയടക്കും പോലെ ജഗന്റെ തല തൻ്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു ചുംബിച്ചു അവൾ. പിന്നെ ഒരു തേങ്ങലായിരുന്നു. അടങ്ങാത്ത ഗദ്ഗതത്തിൻ്റെ കെട്ടഴിഞ്ഞു വീണു. നടക്കാൻ പോകുന്ന ഏതോ മഹാദുരന്തത്തിൻ്റെ മുന്നോടിയായിരുന്നു ജഗനും തോന്നി. ചെമ്പകം, ചെമ്പകം, എന്താ ഇത്? അതിന് ചെമ്പകം മറുപടി പറഞ്ഞില്ല. പക്ഷേ അതിനു മുമ്പ് പിന്നിലെ വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്നു. അതിനുള്ളിൽ നിന്നും ഏതോ വില കൂടിയ സുഗന്ധദ്രവ്യത്തിൻ്റെ കുടമുല്ലപ്പൂവിൻ്റെയും മണമുള്ള ചന്ദനത്തിൻ്റെ ഗന്ധം പുറത്തേക്ക് വന്നു. എന്തോ തിരിച്ചറിഞ്ഞതുപോലെ ജഗന്റെ കൈപിടിച്ച് അകത്തളങ്ങളിലേക്ക് ഓടിക്കയറി ചെമ്പകം. ധൂമപടലങ്ങൾ കൊണ്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ കടന്നതും പിന്നിലെ വാതിൽ ശക്തിയായി അടഞ്ഞു. കനത്ത ധൂമപടലങ്ങൾ മാറ്റി മുമ്പിലേക്ക് നടന്നപ്പോൾ കണ്ടു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു അതിശയിപ്പിക്കുന്ന യുവത്വം. ഒരിക്കൽ തനിക്ക് മുന്നിലൂടെ നഗ്നനായി നടന്നു കയറി, പിന്നൊരിക്കൽ ചെമ്പകത്തിൻ്റെ കാമദാഹത്തോടെ വാരിപ്പുണർന്ന മാന്ത്രികതയിലൂടെ അമാനുഷിക ശക്തിയായി മാറിയ കല്ലേരി കണ്ണപ്പൻ. കണ്ണപ്പൻ്റെ തല മാത്രം ജഗന് നേരെ തിരിഞ്ഞു. അയാളുടെ ചുണ്ടുകൾ ചിരിച്ചു. ചെമ്പകം, നീ വാക്കുപാലിച്ചു. എനിക്ക് യാത്ര ചെയ്യാനുള്ള ശരീരം നീ എനിക്കെത്തിച്ചു തന്നു. നിന്നെ ഇനി ഞാൻ ശല്യം ചെയ്യില്ല. നിനക്ക് ഈ കൂനൂർ മഠത്തിൻ്റെ അതിർത്തി വിട്ടു പോകാം. പൊയ്ക്കോ. പക്ഷെ എവിടെ പോയാലും ഞാൻ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണം. ജഗന് ചതി മനസ്സിലായി. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. കൂനൂർ മഠത്തിൽ കാണുന്ന ഒരു പെണ്ണിനെയും വിശ്വസിക്കരുതെന്ന് അന്തർജനം പറഞ്ഞത് ഓർത്തുപോയി. രക്ഷപ്പെടാൻ തിരിഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഒരു അഭ്യാസിയെപ്പോലെ കരണം മറിഞ്ഞ് മുൻപിലെത്തിയ കണ്ണപ്പൻ ഒരു മൂർച്ചയേറിയ വാൾ തനിക്ക് നേരെ നീട്ടി. ചെക്ക, എത്ര കാലമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. എനിക്കുറപ്പുണ്ടായിരുന്നു എൻ്റെ ആത്മാവിന് യാത്ര ചെയ്യാൻ, എൻ്റെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ ഒരാൾ എൻ്റെ മുമ്പിലെത്തുമെന്ന്. ഇല്ല ഇല്ല, ഞാൻ ജഗനാണ്, ഈ നൂറ്റാണ്ടിലെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരൻ. സ്വപ്നം. കണ്ണപ്പൻ ചിരിച്ചു. അടുത്ത നിമിഷം കണ്ണപ്പൻ ചെമ്പകത്തിൻ്റെ നീണ്ട തലനാരുകളിൽ ചുരുട്ടിപ്പിടിച്ചു. കയ്യിലിരുന്ന വാൾ അവൾക്കു നേരെ ഉയർത്തിയതും ആ കയ്യിൽ കടന്നു പിടിച്ചു ജഗൻ. തെറിച്ചുപോയ വാൾ കയ്യിലേക്കെടുത്തു അവൻ. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ചെമ്പകത്തിൻ്റെ നെഞ്ചിനു നേരെ ഉയർത്തുന്നു. കണ്ണപ്പൻ്റെ അരയിൽ നിന്നും വലിച്ചൂരിയ മൂർച്ചയേറിയ കത്തി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല ജഗൻ. ഒറ്റക്കുതിപ്പിന് കയ്യിലിരുന്ന മൂർച്ചയേറിയ വാൾ കണ്ണപ്പൻ്റെ പിന്നിലൂടെ കുത്തിയിറക്കി. അത് കണ്ണപ്പൻ്റെ ഉദരം പിളർന്ന് മറുഭാഗത്തേക്ക് വന്നു. അടുത്ത നിമിഷം ചിരിച്ചു കണ്ണപ്പൻ. പിന്നെ വാർദ്ധക്യം പടർന്നു കയറിയ വികൃതരൂപിയായ ഒരു ചെറുപ്പക്കാരനായി. ഭയന്നുപോയി ജഗൻ. ചിരിച്ചുകൊണ്ട് കണ്ണപ്പൻ പറഞ്ഞു, എന്നെ നീ കൊന്നുവെന്ന് കരുതണ്ട. അങ്ങനെ അത്ര പെട്ടെന്ന് മരിക്കാൻ എനിക്കാവില്ല. ഇവിടെ മരിച്ചത് നീയാണ് ജഗൻ. കൂനൂർ മഠത്തിലെ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന താളിയോലക്കെട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിത രഹസ്യം. എൻ്റെ കൈയാൽ മരണപ്പെടുന്ന നിന്റെ ആത്മാവിന് ഈ ചെമ്പകം കൂനൂർ മഠത്തിനുള്ളിൽ ഭസ്മവും വേപ്പിലയും കൊണ്ട് മൂടും. എൻ്റെ മാന്ത്രിക ശക്തിയിൽ നിന്റെ ആത്മാവ് ഒരു കെടാവിളക്കാവും. പകരം തൽക്കാലം ഞാൻ എൻ്റെ ശരീരം ഈ പ്രകൃതിയിൽ ലയിപ്പിച്ച് നിന്റെ ശരീരം കടം വാങ്ങും. കണ്ണപ്പൻ്റെ ആത്മാവും ജഗൻ്റെ ശരീരവും. അരുത് അരുത്, എൻ്റെ അമ്മ, എൻ്റെ സുമിത്ര, എന്നെ സ്നേഹിക്കുന്ന ലോകം. ജഗൻ രക്ഷപ്പെടാൻ ചുറ്റും നോക്കി. അവൻ ചെമ്പകവല്ലിയുടെ അടുത്തേക്ക് ഓടിയെത്തി. ചെമ്പകം, ചെമ്പകം, നീ എന്നെ രക്ഷിക്കില്ലേ? ഇല്ല. നിനക്കറിയോ, ഞാൻ യക്ഷിയാണ്. തൃക്കാക്കരമരയിൽ കാലങ്ങൾ വാണ യക്ഷി. എൻ്റെ ദേശക്കാർ ഇവിടെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഈ കണ്ണപ്പൻ എന്നെ സ്നേഹിച്ചു. എനിക്ക് പ്രാണനും ജീവനും തന്നു. ഞങ്ങൾ മനുഷ്യരാകണം, ഒരുമിച്ച് ജീവിക്കണം. അതിന് അമാവാസികളിൽ മനുഷ്യനായി ജീവിച്ച് ഭൂതപാലായനം എന്ന മാന്ത്രിക വിദ്യയിലൂടെ ചില പ്രത്യേക സമയത്ത് ജനിച്ച പെൺകുട്ടികളെ ആകർഷണ വലയത്തിലാക്കി ചുടലദേവതയ്ക്ക് ബലി കൊടുക്കണം. അത് സാധ്യമായാൽ പിന്നെ ഞങ്ങൾക്ക് യക്ഷിലോകത്തിൻ്റെ മായാപ്രപഞ്ചം വേണ്ട. ഞാനിവിടെ കണ്ണപ്പനെ കാത്തിരിക്കും. നിന്റെ കുഴിച്ചിടുന്ന ആത്മാവിന് കാവലിരിക്കും. എല്ലാ കർമ്മവും ചെയ്ത് കണ്ണപ്പൻ തിരിച്ചു വരുമ്പോൾ നിന്റെ ശരീരം ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ലയിപ്പിക്കും. മരണപ്പെടുന്ന എല്ലാ മനുഷ്യജന്മങ്ങളും കൂനൂർ മഠത്തിൻ്റെ തകർച്ചയ്ക്ക് കൂട്ടുനിന്നവരാ. തകർച്ചയ്ക്ക് കാരണക്കാരായിരിക്കും. ആ പാപജന്മങ്ങളെ മുഴുവൻ ഉന്മൂലനാശം ചെയ്ത്
നീലിമക്കാടിനുള്ളിൽ അദൃശ്യശക്തിയായി ജീവിക്കുന്ന കല്ലേരിക്കുറുപ്പൻ കണ്ണപ്പൻ എന്ന മഹാമാന്ത്രികന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ മനുഷ്യന്റെ മന്ത്രമൂർത്തിയാക്കി കൂനൂർമട മാന്ത്രിക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. കല്ലേരിക്കുറുപ്പൻ കണ്ണപ്പൻ 100 വർഷത്തിലൊരിക്കൽ കൂനൂർ മഠത്തിൽ നിലനിന്നിരുന്ന അദൃശ്യശക്തിയായി നമുക്കൊപ്പം നിന്ന് ശത്രുക്കളോട് പൊരുതും. പക്ഷേ ഒരു നിരപരാധിയെ മനഃപൂർവ്വം കൊല്ലില്ലല്ലോ. പോയി കൂനൂർ മഠത്തിന്റെ എല്ലാ പൂർവ്വജന്മ ശത്രുക്കളെയും കൊന്നുവാ. കിതപ്പ് മാറ്റി ശാന്തസ്വരൂപിണിയായ ചെമ്പകം പറഞ്ഞു. ജീവിക്കാനുള്ള കൊതിയാണുടാ ഞങ്ങൾക്ക്, പ്രണയിച്ചു തീരാനുള്ള ദാഹവും. ഈ മനോഹര ഭൂമിയിൽ എന്തിന് ഞങ്ങൾ അദൃശ്യശക്തിയായി ജീവിക്കുന്നു? നീ ഞങ്ങളോട് ക്ഷമിക്കേ. കണ്ണപ്പനെ കണ്ടില്ലേ? അവൻ്റെ മനസ്സും ശരീരവും, ആ മനുഷ്യ മനസ്സ് മുഴുവൻ സ്നേഹവും അടങ്ങാത്ത കാമദാഹവുമാണ്. മനുഷ്യൻ കാണാൻ അറയ്ക്കുന്ന ആ ശരീരം ഉപേക്ഷിക്കാൻ നിന്റെ ശരീരം ഞങ്ങൾ എടുക്കുന്നു. നിന്റെ ശരീരവും കണ്ണൻ്റെ ആത്മാവും. ഇല്ല അലറിക്കൊണ്ട് ജഗൻ രക്ഷപ്പെടാൻ ഓടി. സ്വന്തം ശരീരത്തിൽ നിന്നും ഉദരം പിളർന്ന് മറുപുറം കടന്ന വാൾ കണ്ണപ്പൻ വലിച്ചൂരി ജഗന്റെ നേരെ ശക്തിയോടെ എറിഞ്ഞു. ഉറക്കെ അലറി മുട്ടുകുത്തി വീണു ജഗൻ. സുമിത്രേ, എൻ്റെ ജീവനെ, ഞാൻ കണ്ണപ്പൻ ജഗന്റെ ശരീരത്തിനടുത്തേക്ക് ചെന്നു. ചെമ്പകം ജഗന്റെ ശരീരത്തിൻ്റെ വിരലുകൾക്കിടെ കൊണ്ട് ചില മുദ്രകൾ കാട്ടി നൃത്തം ചെയ്തു. മരണനൃത്തം. അടുത്ത നിമിഷം ജഗന്റെ ശരീരം എഴുന്നേറ്റ് യാന്ത്രികമായി കണ്ണപ്പനിൽ ലയിച്ചു. ഒന്ന് പിടഞ്ഞു കണ്ണപ്പൻ. അവൻ ജഗനായി മുന്നോട്ട് നടന്നു. ജഗനെ ചെമ്പകം വിളിച്ചു. ജഗൻ നിന്നു. പിന്തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ കണ്ണപ്പനാണ്, എൻ്റെ സർവസ്വവും. പുറം ലോകത്തിന് നീ ജഗനാണ്. ഒരിക്കലും നിന്റെ ശരീരത്തിൽ നിന്നും മനസ്സ് കൈവിട്ടു പോരുത്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ നീ കണ്ണപ്പനെ മറക്കും. അത് ജഗന്റെ ചിന്തയിലേക്ക് ലയിക്കും. ഒന്ന് നീ ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ ഒരു വികാരങ്ങൾക്കും സ്നേഹപ്രകടനങ്ങൾക്കും നീ വശംവദനാകരുത്. നമ്മുടേതായ ലക്ഷ്യമുണ്ട്. നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാകൂ. ജഗന്റെ ആത്മാവിന് കാവലിരിക്കുന്ന നിന്റെ ജീവനായ ഞാൻ മാത്രം. മനുഷ്യരെ നിനക്കറിയില്ലേ, പ്രത്യേകിച്ച് സ്ത്രീകളെ. അവർ നിന്നെ മയക്കിയെടുക്കും, നിന്റെ മനസ്സ് കവർന്നെടുക്കും. നമുക്ക് വേണ്ടത് ബലിയാണ്, നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ബലി. ഒന്നുകൂടി ഞാൻ പറയാം, നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഈ ജന്മത്തിലും കഴിഞ്ഞ 7 ജന്മത്തിലും കല്ലേരിയിലെ മാന്ത്രികരെ ചതിച്ചുപോയ പെൺകുട്ടികളുടെ പുനർജന്മങ്ങൾ അദൃശ്യശക്തിയായി മാന്ത്രിക വിദ്യയിൽ നിന്നിലേക്ക് കൊണ്ടെത്തിക്കും. അവരുമായി ഇണചേരണം. രതി പൂർത്തിയാക്കുന്നതിനു മുമ്പ് അഗ്നിയിലേക്ക് എറിയണം. അപ്പോൾ കൂനൂർ മഠത്തിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാനാവും. ഒപ്പം ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ശക്തിയും ഞാൻ നിനക്കായി തരുന്നു. ഒന്ന് മാത്രം ഓർക്കുക, ഒരിക്കലും കന്യകയായ പെണ്ണിൻ്റെ പൊക്കിൾച്ചൊഴിയിൽ നിന്റെ ശ്വാസം ഏൽക്കരുത്. പോയി വിജയിച്ചു വാ. ഈ കൂനൂർ മഠത്തിൻ്റെ ഭീകരതയിൽ നിന്നും ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. അമാവാസികൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യപ്രാപ്തി ദിനങ്ങൾ. ആ നിമിഷങ്ങൾ മാത്രമേ നിനക്ക് കണ്ണപ്പനാകാൻ കഴിയൂ. ബാക്കി നേരം അത്രയും നീ ജഗനാണ്, ജഗൻ മാത്രം. അതുവരെ ഞാനിവിടെ കടം വാങ്ങിവെച്ച ആത്മാവിൻ്റെ ചൈതന്യം നിന്നിലൂടെ കടത്തിവിടും. ആ ചൈതന്യം നഷ്ടമാവുന്നതുവരെ നീ കണ്ണപ്പൻ്റെ ശരീരത്തിലുണ്ടാകും. ജഗനായി നിനക്ക് പിന്നിൽ നിഴലായി ശക്തി ക്ഷയിക്കുന്നതുവരെ കല്ലേരിക്കുറുപ്പൻ എന്ന കണ്ണപ്പനുണ്ടാകും. പക്ഷേ ഒരു തവണ മാത്രമേ നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയൂ. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞു തരും. ജഗൻ നടന്നുള്ളൂ. ജഗൻ നടന്നു. കണ്ണപ്പനിലെ ജഗൻ. ഇപ്പോൾ ജഗന്റെ പൂർവ്വകാല ഓർമ്മകൾ മാത്രമേയുള്ളൂ. കൂനൂർ മഠത്തിൻ്റെ ജീർണിച്ച തറയിൽ ആവാഹിച്ചു നിർത്തിയ ജീവപ്രവാഹം ഒരു മൺകുടം കൊണ്ട് മൂടി. രാത്രിയുടെ 2-ാം യാമത്തിൽ കഠിന മന്ത്രങ്ങളിലൂടെ നഗ്നരൂപിണിയായി ജഗന്റെ ആത്മാവിന് ചുറ്റും ഭസ്മവും വേപ്പിലയും കൊണ്ട് അതിർത്തി കെട്ടി നിർത്താൻ ചെമ്പകം തീരുമാനിച്ചുറച്ചു. ജഗൻ, കൂനൂർ മഠം കടക്കുന്നതിന് മുമ്പ് നീ കണ്ട പഴയ ചെമ്പകമായി ഞാൻ നിന്റെ അടുത്തേക്ക് വരും. എൻ്റെ ശരീരത്തിൻ്റെ താപം നീ അറിയും. എൻ്റെ അടങ്ങാത്ത കാമലഹരി നിന്നിൽ ഞാൻ നിറയ്ക്കും. ഒരു സ്ത്രീ പുരുഷന് പകർന്നു നൽകുന്ന വികാരത്തിൻ്റെ കൊടും ഗർത്തത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. കണ്ണപ്പൻ്റെ ശരീരത്തിന് പുറത്തെ മേൽവസ്ത്രമാണ് നീ മടങ്ങി വരും വരെ കാത്തിരിക്കാൻ നിന്റെ ഊർജം എനിക്ക് എൻ്റെ ഗർഭപാത്രത്തിൽ നിറയ്ക്കണം. വരുന്നു ഞാൻ. എല്ലാം ഒന്നുകൂടി നിന്നോട് പറയാൻ, ഓർമ്മിപ്പിക്കാൻ. നീ പോകുന്നത് മനുഷ്യൻ്റെ അടുത്തേക്കാണ്. കപടതയും കാപഢ്യവുമുള്ള മനുഷ്യൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ജഗൻ. ചിലങ്കയുടെ ശബ്ദം, മധുരമായ ഒരു ഗാനത്തിൻ്റെ അലകൾ. ജഗൻ കണ്ടു ചെമ്പകത്തെ, ചെമ്പകം എന്ന സുന്ദരിയായ യക്ഷിയെ. അവൾ അവൻ്റെ അടുക്കലേക്ക് ചെന്നു. കൂനൂർ മഠത്തിൻ്റെ ഇലപൊഴിഞ്ഞ വടവൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ ഇരുന്ന് കാട്ടുമൂങ്ങകൾ മുരണ്ടു.
മുമ്പിൽ നടക്കുന്ന പ്രകൃതിക്ക് നിരക്കാത്ത ഇണചേരലിന് സാക്ഷ്യം വഹിക്കാൻ കഴിയാത്ത അത് കൺപോളകൾ മുറുക്കിയടച്ച് പിന്തിരിഞ്ഞിരുന്നു. അധ്യായം 4. ജഗന്റെ തലച്ചോറിൽ രക്തസംക്രമണത്തിന് വേലിയേറ്റമുണ്ടായി. കണ്ണുകളിൽ ഇരുട്ട് കയറി. അടിവയറ്റിൽ നിന്നും അടക്കാൻ കഴിയാത്ത വിധം ഒരു വേദന പൊന്തി വന്നു. അരക്കെട്ടിൽ കനൽക്കോരിയിടുന്ന ചൂട്. കാതുകളുടെ പിന്നിൽ ചുണ്ടിൻ്റെ നേർത്ത സ്പർശം. മെല്ലെ തിരിഞ്ഞു. പാലപ്പൂവിനെ തളർത്തുന്ന ഗന്ധം. തൻ്റെ തോളിൽ ചേർന്ന് നിൽക്കുന്ന ചെമ്പകം. അവളുടെ വിടർന്ന കണ്ണുകൾ, ചോര തുടിക്കുന്ന ചുണ്ടുകൾ. അഴിച്ചിട്ട് തലനാരുകളിൽ നിന്നും മൂടൽ മഞ്ഞ് അകന്നു പോകുന്നു. തൻ്റെ ചെമ്പകം. അവളുടെ മാറോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന പ്രണയപരവശയാണ് അവൾ. ജഗൻ, അവൾ വിളിച്ചു. ഒന്ന് നടുങ്ങി ജഗൻ. കഴിഞ്ഞു പോയതൊക്കെ മറന്നു. ജഗൻ ചോദിച്ചു, പോയിക്കോട്ടെ ഞാൻ? അവൾ അവൻ്റെ പൊൾക്കുടിക്ക് ചുറ്റും വിരൽ കൊണ്ട് ഒരു വട്ടം വരച്ചു. ജഗൻ സകലതും മറന്ന് ഒന്ന് പുളഞ്ഞു. അവൻ്റെ സിരകളിൽ ഒരു കൊള്ളിയാൽ മിന്നി. ഞാൻ ചെമ്പകം, പറയാം, ഞാനൊരു കഥ പറയാം. അത് കേട്ടിട്ടേ നീ ഈ കൂനൂർ മഠത്തിൻ്റെ അതിർത്തി വിട്ടു പോകാവൂ. വരൂ. അവൾ അവൻ്റെ വിരലുകൾ പിടിച്ചു നടന്നു. വിവാഹമണ്ഡത്തിലെ വധൂവരന്മാരെ പോലെ അവൻ അവൾക്കൊപ്പം നടന്നു. ഇപ്പോൾ ജഗൻ കൂനൂർ മഠത്തിൻ്റെ സർവാധിപനാണ്. ഞാനോ? ജഗൻ ചോദിച്ചു. അതെ, നീ കൂനൂർ മഠത്തിൻ്റെ ജന്മിയാണ്. അതിർത്തി അളക്കാനാവാത്ത ജന്മി. ചെമ്പകം പറഞ്ഞതിൻ്റെ മറുത്തു പറയാൻ ജഗനായില്ല. കൂനൂർ മഠത്തിൻ്റെ ഇടിഞ്ഞുപൊളിഞ്ഞ നടപ്പടി ഇറങ്ങി അവർ നടന്നു. ജഗൻ, നീ പേടിക്കണ്ട. ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാനാകില്ല. പുറം ലോകത്തിൻ്റെ വിശാലമായ മണ്ണിൽ ജഗൻ അജയ്യനാണ്. അങ്ങനെ തന്നെ വേണം. പക്ഷേ ചെമ്പകം പറയുന്നത് കൂനൂർ മഠത്തിൻ്റെ ചരിത്രമാണ്. ദുരന്തങ്ങളും ചോരയും കോരി നിറച്ച പുറംലോകം അറിയാത്ത ഒരു സത്യം. ചെമ്പകൻ ജഗന് അഭിമുഖമായി നിന്നു. അവൾ ജഗന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ അവൻ തലകുനിച്ചു. നീണ്ട വിരലുകൾ കൊണ്ട് അവൻ്റെ മുഖം പിടിച്ചു വരുത്തിയവൾ. നീ പുരുഷനാണ്. സ്ത്രീയുടെ മുന്നിൽ നിന്റെ തല കുനിയരുത്. അവൻ്റെ വിരിഞ്ഞ മാറിലൂടെ വിരലോടിച്ചു ചെമ്പകം. പുരുഷൻ്റെ ശക്തി സ്ത്രീയാണ്. പക്ഷേ സ്ത്രീക്ക് വേണം ഒരു പുരുഷനെ, സ്നേഹിക്കുന്ന പുരുഷനെ. ഈ ചെമ്പകം മറക്കരുത് പൊന്നെ, എന്നെ മറക്കരുത്. അവൾ തേങ്ങി. ആ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ അവൾ ഇലപൊഴിഞ്ഞ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സലാബഞ്ചികളിൽ ചാരി നിന്നു. നിലാവിൽ ജഗൻ കണ്ടു. ചെമ്പകം, എന്തൊരു അപ്സരസ്! അവളുടെ വടിവത്ത ശരീരം കണ്ട് മതിമറന്നു പോകുന്നു. മടക്കയാത്രയ്ക്കൊരുങ്ങിയ തന്നെ എന്തിനിവിടേക്ക് ചെമ്പകം തന്നെ കൂട്ടിക്കൊണ്ടുവന്നു? ഒരു കാൽ സലാബഞ്ചികയ്ക്ക് മുകളിൽ പൊക്കിവെച്ച് വലതു കൈ ഉയർത്തി മുഖത്തിൻ്റെ ഒരു ഭാഗം മറച്ചു. സലാബഞ്ചികയിൽ പിടിച്ചു നിന്ന ചെമ്പകം. അടുത്തേക്ക് ചെന്നു ജഗൻ. തലച്ചോറിൽ കാമത്തിൻ്റെ തേൻതുള്ളി വന്നു നിറയുന്നു. ചെമ്പകം. അവൻ്റെ ശബ്ദത്തിൽ സ്ത്രീയുടെ ശരീരത്തിന് ദാഹിക്കുന്ന ഒരു യുവാവിൻ്റെ യാചകനയുടെ ചുവയുണ്ടായിരുന്നു. ചെമ്പകത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവൾ ചുണ്ടുകൾ നനച്ചു. അവൻ്റെ നേരെ തിരിച്ചു. ജഗൻ, നീ എന്നെ ആഗ്രഹിച്ചു. ഇനി നീ എന്നെ മറക്കില്ല. ഒന്ന് നടുങ്ങി ജഗൻ. ചെമ്പകം, അവൻ വിളിച്ചു. അതെ, ഞാൻ ചെമ്പകമാണ്. ചെമ്പകം എന്ന യക്ഷി. ഭയന്ന ജഗൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇലപൊഴിഞ്ഞ മരക്കൊമ്പിൽ ഒരു കടവാവൽ പറന്ന് തലകീഴായി കിടന്നു. കാട്ടുമുഖങ്ങൾ പിന്തിരിഞ്ഞിരിക്കുന്നു. വരൂ, വരൂ ജഗൻ. അവളുടെ സ്വരത്തിന് പുരുഷനെ ദാഹിക്കുന്ന ഒരു സ്ത്രീയുടെ ലഹരിയുണ്ടായിരുന്നു. ചെമ്പകം അവനെ പുണരാൻ രണ്ടു കൈയും നീട്ടി. നിന്നെ ഞാൻ വിട്ടേക്കാം. പക്ഷേ അതിനു മുമ്പ് എന്നെ നീ അറിയണം. യക്ഷിയെ ആഗ്രഹിച്ചു പോൽ അറിയാതെ പോകരുത്. മരണതുല്യമാണ്. നീ മരിക്കരുത് ജഗൻ. അവൾ ജഗന് നേരെ കൈയുയർത്തി. ഒരു അമാനുഷിക ശക്തിയുടെ കരവലയത്തിൻ്റെ പ്രഭ പോലെ യാന്ത്രികമായി ജഗൻ അവളുടെ നെഞ്ചോട് ചേർന്ന് നിന്നു. അവളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. രണ്ട് ശരീരങ്ങൾ ഒന്നായി. അരുതാത്തത് കണ്ട് തലകീഴായി കിടന്ന കടവാവൽ ചിറകടിച്ച് പറന്നു. മനുഷ്യൻ യക്ഷിയെ പ്രാപിക്കുന്നു. പ്രകൃതി നെടുകെ പിളർന്നു. ചെമ്പകം ചാരി നിന്ന സാലപഞ്ചിക പിന്നിലേക്ക് ചരിഞ്ഞു വീണു. പക്ഷേ ജഗനും ചെമ്പകവും ഒന്നും അറിഞ്ഞില്ല. മാനത്ത് വെള്ളടി വെട്ടിയതും മിന്നൽ പിണർ വീണതും ദൂരെ ഘോരഘോര ശബ്ദം ഇടിമുഴങ്ങിയതും ഒന്നും. ഒരാർത്തനാദത്തോടെ ഇരമ്പി വീണ മഴയിൽ തളർത്ത കതിർ പോലെ കിടന്നു അവർ. അരുതാത്ത കൊടും പാതകത്തിൽ മരവിച്ചു നിന്നു പ്രകൃതി. നഗ്നമായ അവൻ്റെ ശരീരത്തിന് പുറത്ത് വിരലുകൾ കൊണ്ട് തലോടി ചെമ്പകം. ആ കാതുകളിൽ മന്ത്രിച്ചു. ജഗൻ, നീ തിരിച്ചു വരണം. ഞാൻ പറഞ്ഞതുപോലെ ഈ കൂനൂർ മഠം കടക്കുമ്പോൾ നീ എല്ലാം മറക്കും. നീ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ നീ അറിയാതെ നടന്നുകൊണ്ടേയിരിക്കും. എന്ത് നടക്കുമെന്ന്? ജഗൻ അവളുടെ തലോടലിൽ നിന്നും മാറി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇല്ല ജഗൻ. അവൾ വീണ്ടും അവൻ്റെ തല തന്നിലേക്ക് അടുപ്പിച്ചു. ആ കാതുകളിൽ മന്ത്രിച്ചു. ഈ മഴയുടെ ശക്തി നീ കണ്ടില്ലേ ജഗൻ?
ഞാൻ പറഞ്ഞു തന്നതൊക്കെ തക്ക സമയങ്ങളിൽ ഓർക്കും നീ. ഒക്കെ നിന്റെ കാതുകളിൽ ഞാൻ ഓതിക്കൊണ്ടിരിക്കും, ജീവിയിലൂടെയും വസ്തുവിലൂടെയും ഏതു വിധേനയും. ചെമ്പകത്തിൻ്റെ സ്വരത്തിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ശക്തിയുണ്ടായിരുന്നു. ചെമ്പകത്തിൻ്റെ മാറ് ഉയർന്നു താണു. അതൊരു നെടുവീർപ്പായി. ഞാൻ കാത്തിരിക്കും, ഈ കൂനൂർ മഠത്തിൻ്റെ മണ്ണിൽ ഏകയായി. സ്വപ്നങ്ങൾ നെയ്ത് നിന്റെ കാൽപരിമാറ്റത്തിനായി കണ്ണും നട്ടിരിക്കും. മടങ്ങി വന്ന് നീ എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടും. എന്നിട്ട് ഈ ശരീരം എന്നേക്കുമായി എൻ്റെ കണ്ണപ്പന് കൊടുക്കും. ഇല്ല ഇല്ല. ജഗൻ ചെമ്പകത്തെ തള്ളിമാറ്റി ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് നടന്നു. എഴുന്നേറ്റിരുന്ന് ചിരിച്ചു ചെമ്പകം. പിന്നെ രക്ഷപ്പെടാൻ എന്ന വണ്ണം ആടി ഉലഞ്ഞു നീങ്ങി ജഗൻ. കാലുകൾ നിലത്തുറയ്ക്കാതെ ജഗൻ നടന്നു നീങ്ങുന്നത് നോക്കി ചിരിച്ചു ചെമ്പകം. പിന്നെ തേങ്ങി. ഇനി എത്ര നാൾ കഴിഞ്ഞ് കാണും ഞാൻ നിന്നെ. നീ പൊയ്ക്കോ, പോകാതെ തരമില്ല എൻ്റെ പ്രാണനെ. ജഗൻ ഒന്നും കേട്ടില്ല. നനഞ്ഞ ശരീരത്തിൽ അണിഞ്ഞിരുന്നതോ വസ്ത്രങ്ങളുടെ ചിന്ത പോലും ഇല്ലാതെ കൂനൂർ മഠത്തിൻ്റെ ഇരുട്ടിലേക്ക് ദിക്ക് തെറ്റി നടന്നു ജഗൻ. ലക്ഷ്യമില്ലാതെ, ബോധമില്ലാതെ. ഏതൊക്കെയോ ദുർനിമിത്തങ്ങൾ ജഗനെ കടന്നുപോയി. അതിർത്തി കടന്നപ്പോൾ തലയ്ക്കുള്ളിൽ നിന്നും ഏതോ ഒരു ശക്തി പറന്നുപോയതുപോലെ താൻ എവിടെയാണെന്ന ബോധം ജഗനിലേക്ക് മടങ്ങി വന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനില്ല. ഇരുട്ടിൽ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം കണ്ടു. മേൽവസ്ത്രമില്ല. കടുത്ത തണുപ്പിൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ജഗൻ. ഇരുട്ടിൽ റാന്തൽ ഉയർത്തി നിൽക്കുന്ന ആളിനെ മനസ്സിലായി. ചീങ്കേലിക്കുറുപ്പ്. അയാളുടെ മുഖത്ത് വല്ലാത്ത അസ്വസ്ഥത. എവിടെയായിരുന്നു? ആ ചെമ്പകം കാട്ടിയ കുരുത്തക്കേടിന് വല്ലതും കൂട്ടുനിന്നോ? എന്നിട്ട് അവൾ എന്തിയെ? ഒന്നിനും ഉത്തരം പറയാൻ ജഗനായില്ല. ചെമ്പകം തന്നെ കൂട്ടിക്കൊണ്ടുപോയത് പിന്നെ സംഭവിച്ചത് യാതൊന്നും ജഗന് ഓർമ്മയില്ല. അവൾ കൂനൂർ മഠത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. പിന്നെ എവിടെ പോയെന്ന് അറിയില്ല. സത്യമായിട്ടും അറിയില്ല. ചീങ്ങേലിക്കുറിപ്പൊന്ന് മൂളി. അയാൾ ദേഷ്യം കൊണ്ട് പല്ലിയെറുമ്പുന്നത് ജഗൻ അറിഞ്ഞു. വരട്ടെ കാളി. അല്ലെങ്കിലും ചില ആണുങ്ങളെ കണ്ടാൽ അവൾക്ക് ഹാലിളക്കം. നിങ്ങളൊരു ശുദ്ധീകാരനും നല്ലവനുമാണെന്ന് എനിക്ക് തോന്നി. പൊയ്ക്കോ, എനിക്ക് ഇനി കാണണ്ട. കുരുത്തം കെട്ടവൻ. ഇല്ലേലും ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ പെണ്ണിൻ്റെ ചന്തം കണ്ടാൽ സ്വയം മറക്കുന്ന നാറികൾ. പിന്നെയും അയാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. തൂക്കുസഞ്ചിയും മൊബൈലും കയ്യിലെടുത്ത് നടക്കുമ്പോൾ നനഞ്ഞ വസ്ത്രം വലിച്ചെറിഞ്ഞു ഒരു ഹാഫ് കൈ ബനിയൻ ധരിച്ചു ജഗൻ. ഈ ഇരുട്ടിൽ എങ്ങോട്ടാ പോവുക? ഏതു വഴിയിൽ കൂടി എവിടെയെങ്കിലും ചെന്നെത്തിയാൽ മതി. നടക്കുക തന്നെ. അന്തർജനം പറഞ്ഞത് കൂനൂർ മഠത്തെക്കുറിച്ചായിരുന്നു. അവിടുത്തെ കഥകളിലൂടെ ഇറങ്ങിപ്പോകാൻ മടിച്ചു ജഗൻ്റെ മനസ്സ്. മതിയായി, എനിക്ക് മതിയായി. ഞാനിനി ഈ മണിലേക്കില്ല. എനിക്കെൻ്റെ നഗരം മതി. നിയോൺ വിളക്കുകൾ കത്തുന്ന തെരുവുകളുള്ള നഗരം. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആഘോഷഗോപുരങ്ങൾ കെട്ടിയുയർത്തിയ എൻ്റെ നഗരം. അന്ധവിശ്വാസങ്ങളും അമാനുഷിക കഥകളും ഉറങ്ങിക്കിടക്കുന്ന കൂനൂർ മഠം ഞാൻ മറക്കുന്നു. അന്തർജനത്തിൻ്റെ ഇനിയും അറിയാത്ത കഥകൾ എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലെ കൂനൂർ മഠം എന്ന യഥാർത്ഥ കഥയാണ് തന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. ജീവനോടെ നാട്ടിൽ ചെന്നാൽ ആദ്യം അന്തർജനത്തിനെ കാണുക. എന്തൊക്കെയോ അനുഭവിച്ചിരുന്നു. ഓർമ്മയിലുള്ളത് പറഞ്ഞ് മനസ്സിനും ശരീരത്തിനും മോചനം കിട്ടാൻ ഏതെങ്കിലും നല്ല ഈശ്വരാധീനമുള്ള പൂജാരിയെ കൊണ്ട് ഒരു ശരീരരക്ഷ എഴുതിക്കെട്ടണം. അല്ലെങ്കിലും അമ്മ എപ്പോഴും പറയും, ജഗ, പ്രേതഭവനങ്ങൾ തേടി നിന്റെ ഈ യാത്രയൊന്നും ഒന്ന് അവസാനിക്കുക. ഈശ്വരചിന്തയുള്ള ഒരാൾക്ക് ചേർന്നതല്ല ഇത്. ഒന്നും അനുസരിച്ചിട്ടില്ല, അനുസരിക്കാൻ തോന്നിയിട്ടുമില്ല. ഇപ്പോൾ അമ്മയുടെ വാക്കുകൾ സത്യമായിരിക്കുന്നു. ജഗന്റെ മനസ്സിൽ പലതും തികട്ടി വന്നു. നഗരത്തിൽ തന്നെ കാത്തിരിക്കുന്ന സുമിത്രയുണ്ട്. കൂനൂർ മഠത്തിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകളിൽ ഭീതി വന്നു നിറയുന്നതും, പിന്നെ യാത്ര പറയാൻ ചെന്നപ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കൈപിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി ഭഗവതിയുടെ കടും ചുവന്ന കുങ്കുമം തൊട്ടതും കവിളിൽ ആ ചുണ്ടുകൾ ചേർന്ന് ചുംബിച്ചതുമൊക്കെ ഓർമ്മ വന്നു. സുമിത്ര, അവൾ താൻ മടങ്ങിച്ചെല്ലും വരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. സത്യമായിട്ടും എൻ്റെ ആത്മാവിനെ പ്രണയിക്കുന്നവളാ അവൾ. തൻ്റെ ശ്വാസം ഓരോ നിമിഷവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ. അവളെ കാണാൻ കൊതിയാവുന്നു. മനസ്സ് വല്ലാതെ തുടിക്കുന്നു. ജഗൻ ഇരുട്ടിലൂടെ നടന്നു. ഇനി എത്ര ദൂരം നടക്കണം ഒരു മനുഷ്യനെ കാണാൻ? ചെറിയ റോഡ് മുറിച്ച് കടന്നു. ഡ്രൈവർ ജോൺസനെ കണ്ടുമുട്ടിയ ആലുംമൂട്ടിലെത്തി. വേരുകൾ പടർന്നിറങ്ങിയ ഒരു വമ്പൻ ആൽമരം. അടിത്തറ കാലപ്പഴക്കം കൊണ്ടാവും. പൊട്ടിയും പിളർന്നും കിടക്കുന്നു. കനത്ത മഴ പെയ്തതിൻ്റെ ലക്ഷണമാകാം. ആൽമരത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീണുകൊണ്ടിരിക്കുന്നു. ചുറ്റും നിശബ്ദതയാണ്. നടന്ന് കാലുകൾക്ക് ഒരു ബലക്ഷയം മാതിരി. അടിത്തറയുടെ നനവ് നോക്കിയില്ല. അവിടേക്ക് കയറിയിരുന്നു. രാത്രിയിലും പിളർപ്പിലൂടെ കറുത്ത കാട്ടുറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് നോക്കി ഏറെ നേരം ഇരുന്നു ജഗൻ. എപ്പോഴാ കണ്ണുകൾ അറിയാതെ തടഞ്ഞു. പിന്നിലേക്ക് ചാരിയിരുന്നു. പിന്നെ മലർന്നു വീണു. ജഗൻ ഉറങ്ങുകയാണ്.
ഉള്ളിൽ ഉറഞ്ഞ ഒരു മഹാപാപത്തിന്റെ ദുരന്തങ്ങൾ അറിയാതെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഉറക്കെ അലറി ചീകേലിക്കുറുപ്പ്. കുടിലിന്റെ പനയോലകൾക്ക് പുറത്ത് മണ്ണെണ്ണ വലിച്ചൊഴിച്ച് പിന്നെ ഒറ്റക്കാലിൽ നിന്ന് ആനന്ദം ചവിട്ടി. പന്തം കത്തിച്ച് വീടിന് മുകളിലേക്കെറിഞ്ഞ് വീട് കത്തിപ്പടർന്നു. അപ്പോഴും ചീകേലിക്കുറുപ്പ് അലറി, ചെമ്പകം, അവള് വെന്ത് വെണ്ണുനീരാവണം. അവളെ കൊന്നിട്ട് എനിക്കും നാടുവിടാം. എനിക്ക് ആ പണ്ടാരത്തിന് കാവല് കിടക്കാൻ വയ്യ. മടുത്തു. പുരുഷന്റെ ചോര ഊറ്റി കുടിക്കുന്ന മഹാകാളിയാണ് അവൾ. തീ ആളിപ്പടരുന്നത് കണ്ട് അയാൾ ഓടി. ഭ്രാന്തന്റെ കനത്ത പൊട്ടിച്ചിരി. അയാൾ ഓടുകയായിരുന്നു. ഓടി ആൽമരച്ചോട്ടിലെത്തി. അവിടെ തളർന്നുറങ്ങുന്ന ജഗനെ കണ്ടു. അയാൾ കിതച്ചു. കണ്ണുകളിൽ പൈശാചികത വന്നു നിറഞ്ഞു. മെല്ലെ മെല്ലെ അടുത്തേക്ക് നടന്നെടുത്തു. ആൽമരത്തിന്റെ അടിത്തറയിലേക്ക് കയറി. അവിടെ കണ്ട കനത്ത കരിങ്കൽപ്പാളി പൊക്കിയെടുത്ത് അടുത്ത നിമിഷം നിശബ്ദനായി തളർന്നുറങ്ങുന്ന ജഗന്റെ തലയിലേക്കിട്ടു. ഒരു നടുക്കം. തല പിളർന്ന് തലച്ചോർ തെറിച്ച് ചോര ചീറ്റി ഒന്ന് പിടഞ്ഞു ജഗൻ. മുഖത്തു തെറിച്ചു വീണ ചോര നാവുകൊണ്ട് നക്കി തുടയ്ക്കുക. അപ്പോഴും ചീകേലിക്കുറുപ്പ് ഓടുകയായിരുന്നു, നിലയ്ക്കാത്ത ചിരിയുമായി. പ്രിയ കൂട്ടുകാരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ നോവലിൻ്റെ അടുത്ത അധ്യായത്തിനായി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ കൂടുക.